സാറേ, ഈ സ്കൂളുകളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇന്നലെ തന്നെ നാം ഒരു ദൃശ്യങ്ങൾ കണ്ടിരിക്കും. സാറിനെ ഭീഷണിപ്പെടുത്തുകയാണ്, കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ തലമുറ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഈ 2024 ഡിസംബർ വരെ, ഇപ്പോൾ ജനുവരി ആയി, ജനുവരിയിൽ ഒരു പരിപാടിക്ക് പോയി, മെഡിക്കൽ കോളേജ് സ്കൂളിൽ പോയി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച. പക്ഷേ 2024 ഡിസംബർ വരെ വ്യാപകമായ സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്, പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. വ്യാപകമായി, കേരളത്തിലാകെ ഒരിടത്തല്ല, വ്യാപകമായി. അപ്പോൾ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ വരുന്ന മാറ്റം പലപ്പോഴും ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികളിൽ വലിയ വ്യാപകമായ സ്വാതന്ത്ര്യബോധങ്ങൾ കയറിയിട്ടുണ്ട്. വികലമായൊരു സ്വാതന്ത്ര്യബോധം കയറിയിട്ടുണ്ട്. അത് വികലമാണ് ആ സ്വാതന്ത്ര്യബോധം, എന്തും ചെയ്യാൻ. അപ്പോൾ 8ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ, ഞാനൊരിടത്ത് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 4-5 കുട്ടികൾ എന്നോട് വന്നു, സാർ ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു സംശയം ചോദിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. കണ്ടാലൊരു 10ാം ക്ലാസ്സിലൊക്കെ തോന്നും, കുറച്ച് ശരീരമൊക്കെ ഉള്ള പെൺകുട്ടിയാണ്, തടിയൊക്കെ ഉള്ള പെൺകുട്ടിയാണ്. അവർ 5 പേരുണ്ടായിരുന്നു. ആ കുട്ടി ചോദിച്ച ചോദ്യം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളോട് ഞങ്ങൾക്കൊരു ക്രേസ് തോന്നിയാൽ എന്താണ് തെറ്റ്? ഇതേ ചോദ്യം ഞാൻ ശ്രീജിത്തിനോടും ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടിയോട് ശ്രീജിത്തിനൊരു ക്രേസ് തോന്നിയാൽ എന്താണ് തെറ്റ്? ചെറിയ പ്രായത്തിൽ തന്നെ തോന്നിയാൽ അതിന് പ്രായം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ലൈന് ക്രേസും അതൊരു വഴിക്ക് പോകുന്നു, ഒരു വഴി. മറുവഴിക്ക് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുട്ടായിയുടെ രൂപത്തിലും പുതിയ രൂപത്തിലും കിട്ടുന്നതിൻ്റെ അനന്തമായ സാധ്യത, വളരെ അനന്തമാണ് അതിൻ്റെ സാധ്യത. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ, കഴിഞ്ഞ മാസം തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഈ വർത്തമാനമൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രിൻസിപ്പൾ എന്നോട് പറയുകയാണ്, ഒരു ലേഡിയാണ്, വനിതയാണ്. അവരെന്നോട് പറഞ്ഞു, സാർ കഴിഞ്ഞ മാസമാണ്, അത് ഞാൻ ചെല്ലുന്ന ഒരു മാസം മുമ്പാണ്, ഒരു കുട്ടിയുടെ ഷൂവിൻ്റെ അടിയിൽ നിന്ന്, റാക്കല്ല, ഷൂവിൻ്റെ അടിയിൽ നിന്ന് അയാളെ കാല് വയ്ക്കുന്ന സോക്സും ഷൂവിനുള്ള ഇടയിൽ നിന്ന് 50 പാക്കറ്റ് 1 മില്ലിഗ്രാം വീതം ഉള്ള 50 ഗ്രാമേ വരുള്ളൂ, എല്ലാം കൂടി ചെറിയ ചെറിയ പാക്കറ്റുകൾ ഈ ബ്രൗൺ ഷുഗർ പോലത്തത് പിടിച്ചത്. ആ കുട്ടിയെപ്പോഴും അവനിതറിയില്ല. അപ്പോൾ 16 വയസ്സേ ആയിട്ടുള്ളൂ, 17 വയസ്സേ ആയിട്ടുള്ളൂ, +1, 16 വയസ്സേ ആയിട്ടുള്ളൂ. അവനിത് ഉപയോഗിക്കുകയാണ്, കൂട്ടുകാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെ ക്യാരി ചെയ്യിക്കുന്നു ഇതിൻ്റെ കാര്യങ്ങളിൽ. അപ്പം ഒരു വശത്ത് അത് പോകുന്നു. മൂന്നാമതാണ് മൊബൈൽ പോലുള്ള വസ്തുക്കളെ. നമ്മളൊരു സാധനത്തിനോട് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, ഈ നിയന്ത്രണം ഏർപ്പെടുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു കാര്യത്തെ നമ്മൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ, ആ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഉപയോഗിക്കരുതെന്ന് ഒരു ഡിവൈസ് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ, കമ്പ്യൂട്ടർ, ഇത് ലാപ്ടോപ്പ്, ഇതെല്ലാം അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ, അതിൽ ഒരു വലിയ സാധ്യത കിടക്കുന്ന മേഖലയും കൂടെ ആയതുകൊണ്ട്, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സെക്സിൻ്റെ എല്ലാം മേഖലയാണ്, വലിയ മേഖലയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫേസ്ബുക്കിൽ കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ താഴെ അഡ്വർടൈസ്മെൻറ്റ് രൂപത്തിൽ വരും. വാട്സപ്പിൽ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, പക്ഷേ മറ്റിടത്ത് വരും, ഫേസ്ബുക്കിലൊക്കെ വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പോൾ പരസ്യത്തിൻ്റെ രൂപത്തിലൊക്കെ ഇതിനെല്ലാം എല്ലാവരും യൂസ് ചെയ്യുകയാണ്. വേറെ സമൂഹം ഇതിനെല്ലാം, കുട്ടികളെല്ലാം യൂസ് ചെയ്യണം. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? അത് വേണമെന്നുള്ള ചിന്തയിലാണ് കുട്ടികൾ നിൽക്കുന്നത്. പല സ്കൂളുകളിലും റാക്ക് വെച്ചിട്ടുണ്ട് ഈ മൊബൈൽ അകത്ത് വയ്ക്കാനായിട്ട്. ആ മൊബൈൽ റാക്കിൽ കൊണ്ട് വയ്ക്കില്ല. അവർ അങ്ങനെ വച്ചാൽ തന്നെയും കറക്റ്റ് 12:30 ബെല്ലടിക്കുമ്പോൾ അവർ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പം ഒരാവേശം കാണിക്കുമല്ലോ. ഇപ്പോൾ ആവേശം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ആവേശത്തിലാണ് ഓടിപ്പോയി എന്തെടുക്കുന്നത്. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് എടുത്തിട്ട് ഇരുന്ന്, ഇത് ഗുണകരമായ കാര്യത്തിനല്ല ഉപയോഗിക്കുന്നതും. അതിൽ കയറി ഒരു അറിവ് നേടാൻ, അതിൽ കയറി, നിങ്ങൾക്കറിയാവോ, എൻ്റെ മകൾ പഠിച്ചത് ഡൽഹിയിൽ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെ BDS പഠിച്ചത്. അവിടെ രാവിലെ അപ്പോൾ +2 കഴിഞ്ഞ് പോകുന്നതാണ്. BDS എന്ന് പറഞ്ഞാൽ 17-18 വയസ്സ് പ്രായത്തിലാവുന്നു. അവർക്ക് ചെറിയ ടാബ് കൊണ്ടുപോകണം, മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ വലിയ നല്ല മൊബൈൽ ഫോൺ കൊണ്ടുപോയി, സ്മാർട്ട് ഫോൺ കൊണ്ടുപോയി. ആ ഫോണിനകത്താണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പഠിക്കാം. അപ്പോൾ അതിന് അങ്ങനെ ചിന്തിച്ചാൽ മൊബൈൽ ഫോൺ നല്ലതാണ്. +1 കുട്ടികൾക്കെല്ലാം അങ്ങനെ പഠിപ്പിക്കണം, നല്ലതാണ്. ഒരു ഡിവൈസ് എന്നുള്ള നിലയിൽ നല്ലതാണ്. പക്ഷേ ഇത് മറ്റ് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മോശപ്പെട്ട മറ്റു അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ മണിക്കൂറുകളോളം ഇതിനകത്ത് ഇരുന്നിട്ട് അവൻ്റെ ബുദ്ധിയും ശക്തിയും എല്ലാം ഇല്ലാതാക്കണം. അമേരിക്കയൊക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അമേരിക്കയുടെ പഠനങ്ങൾ ഈയിടെ വന്നിട്ടുണ്ട്. അവിടെ റീഡിംഗ് എന്ന് പറയുന്നത്, വായനയുണ്ടല്ലോ കുട്ടികളുടെ, വലിയ മാർക്കാണ് കുട്ടികൾക്ക് വായിക്കുന്നതിന്. അപ്പോൾ അവർ മൊബൈൽ ഫോണിലൊന്നും പോകുന്നില്ല. കുട്ടിക്കാലത്തിന് വേറൊരു ലഹരി കിട്ടുകയാണ്, വായനയിൽ നിന്നൊരു ലഹരി കിട്ടുകയാണ്, സ്പോർട്സിൽ നിന്നൊരു ലഹരി കിട്ടുകയാണ് കുട്ടികൾക്ക്. ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം എന്താണ്? അവർ ഈ ആകപ്പാടെ സ്കൂളിൽ ചെല്ലുമ്പം കഷായം പോലത്തെ, കഷായം കുറച്ച് കടുപ്പമുള്ള സാധനമാണല്ലോ, കുടിക്കുമ്പം കടുപ്പമുള്ള സാധനമാണ്, കഷായം പോലത്തെ സിലബസാണ്. അവർക്കിത് ഭയങ്കര ബോറാണ്. അവരെന്ത് ചെയ്യും? അവർക്ക് സുഖം കിട്ടുന്ന, നൈമിഷിക സുഖം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോകും, സ്വാഭാവികമായിട്ട് പോകും. അത് കഞ്ചാവ് കിട്ടണമെങ്കിൽ കഞ്ചാവിൽ പോകും. ഒരാളിനെ ലൈനടിച്ച്, ഓപ്പോസിറ്റ് സെക്ഷനെ ലൈനടിച്ചൊരു സുഖം കിട്ടുന്നതിനകത്ത് പോകും. പണ്ട് ഈ സാധ്യതകളില്ലായിരുന്നു.
പണ്ട് ഇങ്ങനത്തെ സാധ്യതകളില്ലായിരുന്നു. അതുകൊണ്ട് പണ്ടുള്ള കുട്ടികൾ നല്ലവരും ഇപ്പോൾ ഉള്ള കുട്ടികൾ മോശം നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്ന് ഈ സാധ്യതകളില്ലല്ലോ. അപ്പോൾ ഈ സാധ്യതകൾ വന്നപ്പോൾ കുട്ടികളൊക്കെ ഇതിലേക്ക് പോയി. ഇത് വളരെ ഗൗരവമായി നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഗ്രീഷ്മ എന്ന് പറയുന്നൊരു പെൺകുട്ടി, പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉദാത്തമായ സങ്കല്പമാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് പ്രണയം തോന്നുന്നത് തെറ്റാണ്, ഒന്നുമല്ല. പക്ഷേ ഷാരോണെ കൊന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പെൺകുട്ടി എങ്ങനെയാണ് അങ്ങനെ ഗ്രേഷ്മമാരുണ്ടാകുന്നത്? ഗ്രേഷ്മ ചെയ്ത തെറ്റിനേക്കാൾ ഉപരി എൻ്റെ ചോദ്യം, ഗ്രേഷ്മമാരെങ്ങനെ ഉണ്ടാകുന്നു ഈ സമൂഹത്തിൽ? ഷാരോന്മാരെങ്ങനെ ഉണ്ടാകുന്നു? ഗ്രേഷ്മ തന്നെ മതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഷാരോന്മാരെങ്ങനെ ഉണ്ടാകുന്നു? കഴിഞ്ഞ ദിവസം വേറൊരു പയ്യൻ, ആദിത്യ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, കിളിമാനൂർ എന്ന് പറയുന്ന, കിളിമാനൂരാണെന്ന് സ്ഥലം വിചാരിക്കുന്നു, അമ്മയും മോനും കൂടി മൊബൈൽ ഫോണിൽ വഴക്കുണ്ടാക്കി അമ്മ മൊബൈൽ ഫോൺ എടുത്തു വെച്ച കാര്യത്തിൽ അച്ഛൻ വരുമ്പോൾ അച്ഛൻ അമ്മയുടെ കൂടെ നിൽക്കുന്നു. മൊബൈൽ ഫോൺ എടുത്തു വെച്ച് ശരിയെന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ നിന്നതിന് എൻ്റെ കൂടെ നിൽക്കാത്തത് എനിക്ക് മൊബൈൽ ഫോൺ തരാൻ തന്നെ പറഞ്ഞ് അച്ഛൻ അല്ല മോൻ ആദിത്യ കൃഷ്ണൻ ആരെ തല്ലിക്കൊന്നു? അച്ഛനെ തല്ലിക്കൊന്നു. വേറെ പാലക്കാട് തന്നെ, ഇതിൻ്റെ അടുത്ത് തന്നെ, പാലക്കാടോ കോഴിക്കോട് അല്ല പാലക്കാട് തന്നെ, ആ ഭാഗത്ത് തന്നെ, മലബാർ വടക്കൻ ഭാഗത്ത് തന്നെ ഒരു മകൻ അമ്മയെ കൊന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സമൂഹത്തോട്, നിങ്ങളോടും എന്നോടും അവൻ ചോദിക്കുന്നതാണ്, എന്നെ എന്തിനീ അമ്മ പ്രസവിച്ചു? എന്ത് ചോദ്യമാണ് മകൻ ചോദിക്കുന്നത്? ഞാൻ അമ്മയെ കൊന്നത് എന്നെ പ്രസവിച്ചതിനാണ്. മക്കളോട് അനുവാദം ചോദിച്ചിട്ട് പ്രസവിക്കാൻ പറ്റുമോ അമ്മമാർ? അങ്ങനെ പ്രോസസ്സ് ഇല്ലല്ലോ നമുക്ക്. ഞാനൊന്ന് പ്രസവിച്ചോട്ടെ എന്ന് മക്കളോട് ചോദിച്ചിട്ട് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. ഒരമ്മയ്ക്കും പറ്റില്ല, ഒരച്ഛനും അങ്ങനെ ഒരു സന്താന പ്രക്രിയയിൽ ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്ന സമൂഹം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയുമ്പോഴും രക്ഷിതാക്കൾക്ക് സമൂഹത്തിന് തെറ്റില്ല ഇങ്ങനെയല്ല. അല്ല, അതിനകത്ത് പ്രശ്നം എന്തറിയാം, നമ്മുടെ വിദ്യാഭ്യാസം ഈ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്താൻ അല്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. ഞാനതാ പറഞ്ഞു, ഞാൻ BEd കൂടെ കഴിഞ്ഞ ആളാണ്. ഔപചാരിക BEd കഴിഞ്ഞിട്ടുള്ള ആളാണ്. MBA, MSW, 4-5 അങ്ങനത്തെ കുറേ കോഴ്സുകൾ, അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറേ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആളാണ്. എന്താണ് നമ്മളിവിടെ പഠനമെന്ന് പറയുന്നത്? വിദ്യാർത്ഥി, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, സമൂഹം, ഇത് 4 കൂടെ ചേർന്നാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ഇവിടെ കുട്ടികളും സാറന്മാരും മാത്രം, രക്ഷിതാക്കൾക്കൊരു പങ്കുമില്ല. 6-7 മണിക്കൂറാണ് കുട്ടി സ്കൂളിൽ ചിലവഴിക്കുന്നത്. 6 മണിക്കൂർ സ്കൂളിൽ ചിലവഴിച്ചാൽ 18 മണിക്കൂറും ചിലവഴിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ കുട്ടിക്ക് അവിടെ നിന്നും ഈ പറയുന്ന കാര്യം കിട്ടണ്ടേ? അത് രണ്ടും ചേർത്ത് 24 മണിക്കൂർ അവൻ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? ഏത് സോഷ്യൽ മീഡിയയാണ് അവൻ കാണുന്നത്? അവൻ്റെ തൊട്ട് പ്രായം ഡിഗ്രി ആയവൻ, 2 വയസ്സ് മൂത്തവൻ, 17 വയസ്സിന് കഴിഞ്ഞ് 18 വയസ്സ് 19 വയസ്സായവന് മൊബൈൽ ഫോൺ അവൻ ഉപയോഗിക്കാം. കോളേജിൽ പോകണം, മൊബൈൽ ഫോൺ. അവനോടനെ അനിയന് കാണിച്ച് ഒരു വീട്ടിൽ തന്നെ ചേട്ടൻ ഉപയോഗിക്കാൻ പറ്റുന്നു, അനിയന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പ്രായ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാർ കൊടുക്കത്തില്ല. കോളേജിൽ ഫോൺ കൊണ്ടുപോകാം, സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിരോധിക്കലാണോ എൻ്റെ മാർഗം? പിടിച്ചു വയ്ക്കലാണോ എൻ്റെ മാർഗം? അത് ഉപയോഗിക്കാൻ കൊടുക്കലാണോ ഇതിൻ്റെ രീതി? നമ്മൾ ചർച്ച ചെയ്യപ്പെടണമെന്നേ. നമ്മൾ എന്തുകൊണ്ട് ഈ പാലക്കാട് എലപ്പുള്ളി ഈ കുട്ടി ഉണ്ടായി, ഇങ്ങനെ ഒരു കുഞ്ഞ് എങ്ങനെ ഈ സമൂഹത്തിൽ വന്നു? ഉണ്ടായതിൻ്റെ തെറ്റല്ല ഞാൻ പറഞ്ഞു. ആ സമൂഹത്തെയാണ് ചർച്ച ചെയ്യേണ്ടത്, ആ സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ആ വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സ്നേഹവും കാരുണ്യവും കരുണയും ഒക്കെ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് ഇതിലൊന്നും പോവില്ല, കുട്ടി അതിലൊന്നും ചിലപ്പോൾ പോവില്ല. അവൻ്റെ ആനന്ദവും സന്തോഷമൊക്കെ വേറെ അവൻ കണ്ടെത്തും. അപ്പോൾ ചോദിക്കും സ്കൂൾ സിലബസ് ഇങ്ങനെ മാറ്റണം. തീർച്ചയായിട്ടും മാറേണ്ട സമയമായി. സ്പോർട്സ്, കല, ആർട്സ്, പൗരബോധം, സാമൂഹ്യബോധം, പരിസ്ഥിതി ബോധം, കുറേ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവവും അങ്ങനെ പോകുന്നതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ ആരാണെന്ന് തിരിച്ചറിയുന്നതും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും, ഇത്തരത്തിലുള്ള പുതിയ കരിക്കുലം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ കുഞ്ഞിപ്പോൾ ഇന്ന് മാപ്പ് പറഞ്ഞല്ലോ, ആ കുട്ടി പിറ്റേ ദിവസം മാപ്പ് പറയുകയാണ്. തലേദിവസം അധ്യാപകനെ തെറി പറയുന്നു, പിറ്റേ ദിവസം അയാൾ മാപ്പ് പറയുന്നു. അധ്യാപകൻ കുറച്ച് പക്വതയില്ലാത്ത ആളായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ തല്ലും നടന്ന് ഇത് കേസിൻ്റെ രൂപമൊക്കെ മാറിയേനെ, ബാലാവകാശ കമ്മീഷനൊക്കെ വന്ന് രൂപമൊക്കെ മാറിയേനെ. പക്ഷേ അധ്യാപകൻ വളരെ നിർനിമേഷനായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പരിശാനിച്ചത്. പക്ഷേ കുട്ടി മാപ്പ് പറയുന്നു, വലിയ ആശ്വാസമാണ് സമൂഹത്തിന്. അപ്പോൾ കുട്ടികളെ വളർത്തുന്നത് ചെറിയ പ്രായം മുതൽ, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട്, ഈ വീഡിയോ കാണുന്ന പൊതുസമൂഹത്തോട് പറയാനുള്ളത്, 13 വയസ്സിനകത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളെ പിടിച്ചോണം. 13 വയസ്സ് കഴിഞ്ഞാൽ പ്രയാസമാണ്, ഉറച്ചു പോകും, എല്ലാം ഉറച്ചു പോകും. പിന്നെ അവൻ്റെ ചിന്തകളും അവളുടെ ചിന്തകളും ഒക്കെ വേറെ ലോകത്തായി പോകും. അപ്പോൾ 13 വയസ്സിനകത്ത് കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം ഉടച്ചു വാർക്കണം. അംഗൻവാടി വിദ്യാഭ്യാസം, LKG, UKG ഒക്കെ പൊളിച്ചെഴുതി വളരെ പൗരബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, സ്നേഹവും ആനന്ദവും കരുണയൊക്കെ കിട്ടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കണം. ഏതെങ്കിലും ഒരു കുട്ടി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പകുതി പങ്ക് ആർക്കുള്ളതാണ്? കുട്ടിക്കുള്ളത് സമ്മതിച്ചു. ബാക്കി ഒരു പകുതി ആർക്കുള്ളതാണ്? നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിനുള്ളതാണ്, ഈ വ്യവസ്ഥിതിക്കുള്ളതാണ്, ഈ രക്ഷാകർത്താക്കളുള്ള. അതിനകത്ത് എല്ലാവരും വരും, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, ഭരണവ്യവസ്ഥകൾ എല്ലാവരും വരും. വല്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കുള്ള ഡിസിപ്ലിൻഡായിട്ട് സമൂഹത്തിന് കിട്ടേണ്ടതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിട്ടേണ്ടത്.
ആ തരത്തിൽ നോക്കുമ്പോൾ ഞാൻ ഗ്രീഷ്മയായാലും മറ്റേ ആദിത്യകൃഷ്ണയായാലും ഇപ്പോൾ ഈ എലപ്പുള്ളിയുടെ കുട്ടിയായാലും ആരായാലും അവർ പിന്നെ ഞാൻ ഈ പറഞ്ഞ കോളേജുകളിലെ സ്കൂളുകളിലൊക്കെ ചെയ്യുന്ന തെറ്റ് ഇത്തരം അസാൻമാർഗിക മാർഗ്ഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിറകിൽ പോകുന്ന ലൈനെന്നൊക്കെ ഞാനിപ്പോൾ ലൈനെന്നൊക്കെ പറയില്ലേ, ഒരുപാട് പേരുമായിട്ടാണ് ലൈൻ ഒരേ സമയം ലൈനടിക്കുന്നു, തേക്കുന്നു, ഒട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പറയുന്നത്, അവരുടെ ഭാഷ ഇതാണ്. അങ്ങനെ ഇതെല്ലാം ഒരു വേറൊരു തരത്തിലുള്ള ചിന്തകളിലേക്കാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. പഠനമൊന്നും കൃത്യമായിട്ട് ആ രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. സമൂഹം എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യപ്പെടുക? ആ കുഞ്ഞിനെ കൊണ്ട് ഈ ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല, അതുകൊണ്ട് മാത്രം തീരില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ, കുട്ടികളെ വീടുകളിൽ എങ്ങനെ വളർത്തണം, ക്യാമ്പസുകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്കൂൾ, കോളേജ്, കലാലയങ്ങൾ, പൊതുസമൂഹം എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 18 വയസ്സ്, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഒരു വാർത്താക്കുറിപ്പ് വന്നു. 18 വയസ്സായപ്പോൾ നമുക്കൊക്കെ, എനിക്ക് ശ്രീത്ത് എങ്ങനെയാണെന്ന് എനിക്കൊക്കെ 21 വയസ്സായപ്പോൾ വോട്ട് ചെയ്യാൻ, 15 വയസ്സ് മുതൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് 21 വയസ്സിന് ആദ്യം ഞാൻ പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത ആളാണ്. ആ അനൗൺസ്മെൻ്റ് ഒന്ന് ആദ്യ ദിവസം. ഇപ്പോൾ 18 വയസ്സായ കുട്ടികൾ 75% കുട്ടികളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തത് കേരളത്തിൽ. ഇന്ത്യയിൽ 65% പേരാണ് പറയുക. അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ രാഷ്ട്രീയത്തോട് വിശ്വാസമില്ല, അക്രമ രാഷ്ട്രീയം, ഇങ്ങനത്തെ ഒരു അഴിമതി രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ, ആരുടെ ആയാലും അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ വിദേശത്ത് പോവുകയാണ്, കേരളത്തിൽ പോലും നിൽക്കാൻ പോലും താല്പര്യമില്ല. ഇങ്ങനെ പറയുന്ന യുവതയുടെ ലോകത്താണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഗൗരവമായ വിഷയമാണ്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇത് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും, സ്കൂളുകളിൽ നിന്ന് തുടങ്ങേണ്ടി വരും, നേരെ വീടുകളിലേക്ക് പോകേണ്ടി വരും. തുടങ്ങുന്ന ഈ പ്രോസസ്സ് പൊതുസമൂഹം ഇതിനകത്ത് ഇടപെടേണ്ടി വരും, ഗൗരവമായി ഇടപെടേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.